പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ സങ്കീർത്തന പുസ്തകത്തിലെ 56-ാം അധ്യായത്തിലെ 8-ാം വചനം കാണിച്ചിരിക്കുകയാണ്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവവിശ്വാസിയുടെ പ്രാർത്ഥനയാണത്. അവനറിയാം, അല്ലെങ്കിൽ അവൾക്കറിയാം, അവൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവളാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. അലച്ചിലുകളും കണ്ണീർ കണങ്ങളും ദൈവം അത് അവിടുത്തെ കുപ്പിയിലും അവിടുത്തെ ഗ്രന്ഥത്തിലുമൊക്കെ ശേഖരിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെയെല്ലാം ചെറുപ്പകാലം മുതലേ, കുട്ടിക്കാലം മുതലേ സ്കൂളുകളിലും കോളേജുകളിലും അതിനുശേഷം ജോലി കിട്ടിയ സമയങ്ങളിലും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പരിഹാസം കിട്ടിയിട്ടുണ്ടാവും. എന്നതുപോലെ തന്നെ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ, നമ്മൾ ബലാത്കാരമായിട്ട്. അപ്പോഴുണ്ടാകുന്ന ആ കണ്ണീർ കണങ്ങൾ അത് ദൈവം അവിടുത്തെ കുപ്പിയിൽ ശേഖരിക്കും. ദൈവവിശ്വാസിയായ നമുക്കെതിരെ നിന്ന, നമ്മളെ കുറ്റപ്പെടുത്തിയ, നമ്മളെ പരിഹസിച്ച് ചിരിച്ച അവർക്ക് ശിക്ഷ ഉറപ്പാണ്. പക്ഷെ നമ്മൾ വീണു പോകരുത്. പലരും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടലുണ്ടായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോയിട്ട് ചിലപ്പോൾ മാനസിക നില തെറ്റി സ്വയം ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും പാടില്ല. ദൈവവിശ്വാസമാണെങ്കിൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നമ്മളെ സംരക്ഷിക്കും, ദൈവം നമ്മളെ കാത്ത് രക്ഷിക്കും. മനുഷ്യരുടെ ഇടയിലെ പരിഹാസപാത്രമായാലും, നിന്ദിക്കപ്പെട്ടാലും, വിരൂപിയാക്കപ്പെട്ടാലും ഭയപ്പെടേണ്ട. ദൈവം നിന്നെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും. നിന്നെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നീ മാറും. കാരണം നമ്മൾ ദൈവത്തിലാണ്. എന്നതുപോലെ നമ്മുടെ അലച്ചിലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മളെ സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം, ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് മറ്റുള്ള പിള്ളേരെ പോലെ ക്ലാസ്സിൽ മൂടിയായിട്ട് വസ്ത്രം ധരിച്ച് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അവഹേളിക്കപ്പെടും. ആ ഒരവസ്ഥ. ചിലപ്പോൾ വൈകുന്നേരം നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലി തേടേണ്ടി വരും. അങ്ങനത്തെ അലച്ചിലുകൾ. കൂടാതെ പഠിച്ച് വിദ്യാഭ്യാസം നേടിയിട്ട് ജോലിക്ക് വേണ്ടി അലയുന്ന ഒരവസ്ഥ. നമ്മൾ നേരായ രീതിയിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടിയിട്ട് നമ്മൾ എല്ലാ തരത്തിലും 1-ാം സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ. ആ അലച്ചിൽ. എന്നതുപോലെ തന്നെ മാതാപിതാക്കന്മാർ തൻ്റെ മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടുന്ന പണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന അലച്ചിലുകൾ. കൂടാതെ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ വീടും കുടുംബവും ലോണെടുത്ത് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് നമ്മൾ ആധാരം പണയം വെച്ച് വർഷങ്ങൾക്ക് ശേഷം അതടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ബാങ്കിൽ നിന്നുള്ള ആ പീഡനം, അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ നെട്ടോട്ടം ഓടുന്നു. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് പലരും നമ്മളെ ആ സമയത്ത് മുതലെടുക്കുന്നു. അങ്ങനെയുള്ള അലച്ചിലുകൾ. ഈ അലച്ചിലുകളെല്ലാം ദൈവം എണ്ണിയിട്ടുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്.
പക്ഷെ നമ്മൾ ദൈവത്തിങ്കലായിരിക്കണം. ദൈവത്തിങ്കിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കണം. ഒരിക്കലും നമ്മൾ ആദ്യം മനുഷ്യനെ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരും, മനുഷ്യരിലൂടെ തന്നെ. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസ സഭയോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതനോ ദേവാലയമോ എന്തെങ്കിലും നമുക്ക് വഴി കാട്ടിത്തരും. നമ്മൾ കാണുന്ന ദൈവ പുരുഷന്മാരും ദൈവിക ചൈതന്യമുള്ളവരാണ് പുരോഹിതന്മാരും സന്യാസികളും സിസ്റ്റർമാരൊക്കെ. അവരും നമ്മളെ കൈവിടുകയാണെങ്കിൽ ദൈവം നമ്മളെ മുമ്പിൽ ആളുകൾ എത്തിക്കും. അതാണ് ദൈവം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമ്മളുടെ മുമ്പിൽ. ദൈവത്തെ ചേർത്ത് പിടിക്കുക. ദൈവം നമ്മുടെ കണ്ണീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നമ്മുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.